AICC നിരീക്ഷകരെ കണ്ട അഭിപ്രായം പറഞ്ഞുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു. എല്ലാം ഞായറാഴ്ച അറിയാമെന്നതായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. നിരീക്ഷകരെ കണ്ട അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞായറാഴ്ച അറിയാം. താൻ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനൊപ്പമെന്ന് പ്രതികരിച്ചു കൊടിക്കുന്നിൽ സുരേഷ്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ലോക്സഭയിലെ ചീഫ് വിപ്പാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തോടൊപ്പമാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കമാൻഡിന് എന്താണോ തീരുമാനിക്കുന്നത് അതിനോടൊപ്പമാണെന്ന് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ദീപാദാസ് മുൻഷിയും ഉത്തരം നൽകിയില്ല. We were just met the senior leaders. That's it. Okay, thank you. Hello. കേസിക്ക് വേണ്ടിയുള്ള ചരടുവലികൾ നടത്തുന്നതിലെ പ്രധാനപ്പെട്ട നേതാവാണ് മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രി തീരുമാനത്തിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടും എന്ന് ആവർത്തിച്ച് ലീഗ് പറയുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തങ്ങളുടെ അഭിപ്രായം പറയുമെന്നത് സാദിഖ് അലി തങ്ങൾ ആവർത്തിച്ച് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായം തേടേണ്ടുന്ന സാഹചര്യമില്ല ഇക്കാര്യത്തിൽ എന്നതാണ് മാത്യു കുഴൽനാടൻ ഇന്ന് പറഞ്ഞത്. മുസ്ലിം ലീഗിനുള്ള ഒരു പരോക്ഷ മറുപടിയായിരുന്നു അങ്ങനെ മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത്. ഞാനും സതീശേരനെ കണ്ടു, ഞാനും നേതാക്കന്മാരെ കണ്ടു, ഞാൻ രമേശിയെ കണ്ടു, ഞാൻ കെ സി വേണം, അതിന്റെ അർത്ഥം പിന്തുണ ഉറപ്പാക്കാനാണ്. അങ്ങനെയല്ല, ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ. ഞാൻ ഡൽഹിയിൽ പോയി കെ സി വേണോമാലിനെ കണ്ടത് വരെ ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ MLA-മാർക്ക് കാണണ്ടേ? പാർട്ടി തീരുമാനിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാണ്. അതാണ് സാധാരണഗതി. അല്ലാണ്ട് അതിൻ്റെ വേറെ യാതൊരു സാധാരണഗതിയില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDF-ന്റെ നട്ടെല്ലാണ്. എപ്പോഴൊക്കെ UDF-നോ അല്ലെങ്കിൽ ഈവൻ കോൺഗ്രസിനോ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ആ UDF-ന്റെ കെട്ടുറപ്പിന് വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. മുസ്ലിം ലീഗിന് എപ്പോഴൊക്കെ മുസ്ലിം ലീഗിനെ ഈ തെരുവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രതിരോധം തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ അത്ര ഐക്യത്തിലും ഇഴയടുപ്പത്തിലും പോകുന്ന പാർട്ടിയാണ്. അവരെന്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയൂ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്നയാളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം കോൺഗ്രസ് ആരോടും പറയൂ? അല്ലെങ്കിൽ RSPയുടെ നേതാവ് ഇന്നയാളാകണം, RSPയുടെ മന്ത്രി ഇന്നയാളാകണം, കേരള കോൺഗ്രസിന്റെ മന്ത്രി ഇന്നയാളാവുന്നതാണ് നല്ലത്, മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയൂ? അപ്പോ വലിയ അവകാശവാദങ്ങളാണ്. ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ട എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ പറയുന്നത്. അതേസമയം VD പക്ഷം നിലപാട് കടുപ്പിക്കുന്നു എന്നതിന്റെ സൂചനകളുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ VD സതീശനെ അനുകൂലിച്ച് ഇന്ന് പ്രകടനങ്ങൾ നടന്നു. കൊച്ചി നെട്ടൂരിൽ നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. സതീശനെ അനുകൂലിക്കുന്ന ഫ്ലെക്സുകളുമായിട്ടായിരുന്നു ഈ പ്രകടനം നടന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലും സതീശൻ അനുകൂല പ്രകടനം നടക്കുകയും ഇനി നടക്കാനും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡാൻ കുര്യൻ നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. ഡാൻ, ഒരു ചെന്നിത്തലയുടെ പിന്തുണ കൂടി ഉറപ്പിക്കാനുള്ള നീക്കം KC പക്ഷം നടത്തുന്നു എന്ന സൂചനകൾ നൽകിയാണ് ഡാൻ പറഞ്ഞു നിർത്തിയത്. നമ്മൾ അതിനുശേഷം കണ്ടത് VD സതീശന് വേണ്ടി തെരുവിലിറങ്ങുന്ന മനുഷ്യരെയാണ്. VD സതീശൻ മറ്റൊരു മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു സ്ഥാനവും ഏറ്റെടുക്കില്ല എന്ന കടുത്ത നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. MLA ആയി മാത്രം VD സതീശൻ തുടരുമെന്നതാണ്. VD സതീശന് വേണ്ടി തെരുവിലിറങ്ങുന്ന ഈ ജനങ്ങൾ അത് സഹിക്കുമോ എന്ന് അറിയില്ല. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? VD സതീശൻ കടുംപിടുത്തം തുടർന്നാൽ എന്തുണ്ടാകും? ഹൈക്കമാൻഡിന്റെ തീരുമാനം തന്നെ ആയിരിക്കുമോ ഇതിൽ ഏറ്റവും മുൻപിൽ വരിക? നിയമസഭാ കക്ഷിയിൽ MLA-മാർ പറഞ്ഞ അഭിപ്രായം മാത്രം എടുത്തുകൊണ്ട് ഒരു തീരുമാനം എന്നത് സാധ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടോ? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെയായിരിക്കും ഈ വിഷയത്തിൽ നിർണായകമായ ഒരു സെറ്റിൽമെന്റിലേക്കുള്ള തീരുമാനം എടുക്കുക. അവിടെ VD സതീശനെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. കാരണം ഇത്രയും ചരിത്രപരമായ ഒരു വിജയത്തിലേക്ക്, അതായത് ഏതാണ്ട് ഒരു 25 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ തിളക്കമാർന്ന ഒരു വിജയം
UDF ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന് അതിൽ ക്ലെയിം ഉന്നയിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് സതീശനെ ചേർത്ത് നിർത്താതെ ഒരു കാരണവശാലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഈ വിഷയത്തിൽ സുഗമമായി മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് VD സതീശനെ വിശ്വാസത്തിലെടുക്കാനായി മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി ചർച്ച നടത്തും. അതിൽ ഒരു അനുനയ നീക്കത്തിന് വഴി തെളിയുമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം അവർ ഡൽഹിയിലെത്തുമ്പോൾ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ വിളിച്ച് ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് ചർച്ചയ്ക്കായി വീണ്ടും വിളിക്കും. ആ ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് വഴി തെളിയുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളൊക്കെ ഉള്ളത്. എന്തായാലും പ്രവർത്തകർ 3 നേതാക്കൾക്ക് വേണ്ടി ചേരി തിരിഞ്ഞ് സൈബർ ഇടങ്ങളിൽ നടത്തുന്ന വാക്പോരുകൾ തെരുവിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത ആശങ്കയുണ്ട്. അത് ഒഴിവാക്കാൻ പെട്ടെന്ന് തന്നെ പ്രശ്നപരിഹാരത്തിലുള്ള വഴി തേടുകയാണ് നേതൃത്വം ഇപ്പോൾ. ഡാൻ, ഈ കാര്യത്തിൽ VD സതീശൻ പക്ഷം ഞങ്ങൾ അങ്ങനെ ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ ഒരു സ്ഥാനവും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പുറമേക്ക് ഇപ്പോൾ വിശദീകരണം നടത്തുന്നു എന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ അതല്ല ഉള്ളിൽ നടന്നിട്ടുള്ളത്. കൃത്യമായും ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളെ താൻ മറ്റൊരു സ്ഥാനവും ഏറ്റെടുക്കില്ല എന്ന കൃത്യമായ നിലപാട് VD സതീശൻ അറിയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഘടകകക്ഷികളുടെ നിലപാട് ഹൈക്കമാൻഡ് ആരായും എന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ വന്നതാണ്. അതിന്റെ പ്രോസസ്സാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഘടകകക്ഷികളുടെ തീരുമാനം എത്രമാത്രം നിർണായകമാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ? MLA-മാരുടെ പിന്തുണ എന്നതിനപ്പുറം ഈ മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടുന്നതിന്റെ വലിയ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഘടകകക്ഷികളെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ട്, മുന്നണിയെ കൂട്ടായി നയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിജയത്തിലേക്ക് എത്തിച്ചതിന്റെ ക്രെഡിറ്റ് തനിക്കാണ് എന്ന് VD സതീശൻ അവകാശപ്പെടുന്നുണ്ട്. അത് ഏറെക്കുറെ മറ്റ് ഘടകകക്ഷികൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നതാണ് നമുക്ക് അവരുടെയൊക്കെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായം എത്രമാത്രം ഇതിൽ നിർണായകമാകും? AICCയുടെ 2 നിരീക്ഷണങ്ങളാണ് കേരളത്തിലെ ഈ ചരിത്ര വിജയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതിൽ ഒന്ന്, പിണറായി വിരുദ്ധ വികാരം സംസ്ഥാനത്തുടനീളം അലയടിച്ചു. അതുകൊണ്ടാണ് പാർട്ടിയുടെ കേഡർ സംവിധാനങ്ങൾ മുഴുവൻ പാർട്ടിക്കെതിരായി വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കണ്ണൂർ പയ്യന്നൂരിലടക്കം അത് തന്നെയാണ് പ്രതിഫലിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു തിരിച്ചടി ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഉണ്ടായത് എന്നാണ് പ്രഥമ നിരീക്ഷണം. രണ്ടാമത്തെ കാര്യം, സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഇന്ദിരാ ഗ്യാരണ്ടി പ്രോഗ്രാമുകൾ വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ജനങ്ങൾ UDF-നെ നെഞ്ചിലെത്തുന്ന ഒരു തരത്തിലേക്ക് വലിയ വിജയം സമ്മാനിച്ചത് എന്നാണ് AICCയുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും അവർ ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് വിജയത്തിന്റെ ക്രെഡിറ്റ് കൈമാറാൻ കോൺഗ്രസിന് ദേശീയ നേതൃത്വം തയ്യാറല്ല. അവർ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കോൺഗ്രസിന് ഇങ്ങനെ ഒരു മിന്നുന്ന വിജയം കേരളത്തിൽ ഉണ്ടായതെന്ന വിലയിരുത്തലാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രിയങ്കയും രാഹുലും മറ്റ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും സിദ്ധരാമയ്യയും DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ കേരളത്തിൽ പല ദിവസങ്ങൾ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായത്. ഏതാണ്ട് 50ഓളം താരപ്രചാരകരുണ്ടായിരുന്നു. അവരുടെയൊക്കെ വലിയ സാന്നിധ്യം സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും കോൺഗ്രസിന് നിർണായകമായ സ്വാധീനമുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കാനായ ശ്രമം നടത്തുന്നത് ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനപ്പുറത്തേക്ക് അതിലൊരു കൂട്ടായ്മയുടെ ഫലമാണ് ഉണ്ടായത് എന്ന വിലയിരുത്തലാണ് AICC നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തുന്ന ഈ ചർച്ചകളിൽ സൈബറിടങ്ങളിലെ ചർച്ചകൾ കാര്യമാക്കേണ്ടതില്ല. പാർട്ടിക്ക് മുഖ്യമന്ത്രിയെയും മറ്റ് സ്ഥാനങ്ങളിലേക്ക് ആളുകളെയും തെരഞ്ഞെടുക്കുന്നതിന് അതിൻ്റെതായ കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കത്തിന്റെ പ്രഥമ പടിയാണ് ഈ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് MLA-മാരുടെ പിന്തുണ ആർക്കുന്ന കാര്യം ചോദിച്ചറിയേണ്ടത്. അതിന്റെ ഭാഗമായുള്ള പ്രാഥമിക നടപടികളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ശേഷിക്കുന്ന നടപടിക്രമങ്ങളും അങ്ങനെ തന്നെ പൂർത്തിയാക്കുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് 10 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഇത്. അവർക്ക് ഒരു ഡു ഓർ ഡൈ മത്സരമായിരുന്നു. എന്തായാലും ജനങ്ങൾ അവരെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ചിരിക്കുകയാണ്. അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന വലിയ ഒരു ബാധ്യത കൂടി UDF-നെ സംബന്ധിച്ചുണ്ട്. എന്തായാലും 3 ദിവസമായി തുടരുന്ന ചർച്ചകൾ ഇതുവരെയും തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ആ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കകൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ അതിന്റെ കാര്യമില്ല. ഞായറാഴ്ചയോടുകൂടി തന്നെ ഈ പ്രക്രിയകൾ
പരമ്പരാഗതമായി കോൺഗ്രസ് പിന്തുടരുന്ന പ്രക്രിയകളാണ്. അത് പൂർത്തിയാക്കിക്കൊണ്ട് ആരാണോ മുഖ്യമന്ത്രി ആ തീരുമാനമുണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം KC പക്ഷവും VD സതീശൻ പക്ഷവും ശക്തമായ അവകാശവാദങ്ങളുമായി നിൽക്കുന്നു. ഒപ്പം രമേശ് ചെന്നിത്തല പക്ഷവും ഉണ്ട്. ചില മറ്റ് ധാരണകളിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ മറ്റൊരു വഴിക്ക് നടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടിയുണ്ട്. AP അനിൽകുമാറിൻ്റെ ചെന്നിത്തലയുടെ വസതിയിലേക്കുള്ള വരവ് അതിൻ്റെ സൂചനകളാണ്. അപ്പോൾ മറ്റ് ചില പോംവഴികൾ കൂടി അല്ലെങ്കിൽ സെക്കൻഡ് പ്ലാൻ കൂടി ഉണ്ടാകുന്നുണ്ട് എന്ന സൂചനകൾ കൂടിയുണ്ട്. എന്തായാലും വലിയ അവകാശവാദങ്ങൾ ഇപ്പോൾ KC വേണുഗോപാൽ പക്ഷവും VD സതീശൻ പക്ഷവും തമ്മിലാണ് ഉള്ളത്. VD സതീശൻ കടുത്ത നിലപാടുകളിലേക്ക് പോയാൽ അത് എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കും എന്നത് വ്യക്തമല്ല. എന്തായാലും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കണം. ഹൈക്കമാൻഡിൻ്റേതാണ് അവസാന തീരുമാനം എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഏകകണ്ഠമായി പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഇതിൽ തീരുമാനമെടുക്കും. അത് ഞായറാഴ്ചയോട് കൂടി ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയും അടുത്ത ദിവസവും വെള്ളിയും ശനിയും എന്ന് പറയുന്നത് വലിയ ചർച്ചകളുടെ ദിവസമാണ്. എന്തുണ്ടാകുമെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി തെരഞ്ഞെടുപ്പ് ഫലം മെയ് 4 ഏതാണ്ട് പോളിംഗ് തുടങ്ങി 2 മണിക്കൂറിനുള്ളിൽ തന്നെ കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. വിജയിച്ച UDF-നെ അഭിനന്ദിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമായിരുന്നു. ജനവിശ്വാസം വീണ്ടെടുത്ത് ശക്തമായി മുന്നോട്ടു പോകും എന്നതാണ് ഈ കുറിപ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നല്ല നടപടികളെ പിന്തുണയ്ക്കും. ജനവിരുദ്ധമായ തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊണ്ടാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDF-ന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറയുന്നു. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരം എന്നതാണ് ഈ കുറിപ്പിൽ പറയുന്നത്. തോൽവിയിൽ ജനാധിപത്യപരമായ തുറന്ന പരിശോധന ഉണ്ടാകുമെന്നൊരു ഉറപ്പുണ്ട്. നുണക്കഥകളും കോർപ്പറേറ്റ് PR ബുദ്ധിശാലകളിൽ ഉരുത്തിരിഞ്ഞ വ്യാജ പ്രചരണങ്ങളും പിന്നോട്ടടിപ്പിക്കില്ല എന്നതാണ് അതിൽ നൽകുന്ന സന്ദേശം. കൂടുതൽ ശക്തമായി തിരിച്ചുവരുമെന്നും പിണറായി പറയുന്നു. എന്തായാലും 3 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. നേതൃതലത്തിൽ മാരത്തൺ ചർച്ചകളാണ് ഇന്നലെയും ഇന്നുമായി നടന്നത്. അതിൽ പല വിധത്തിൽ ഉള്ള ചർച്ചകളുണ്ടായിരുന്നു. പിണറായി വിജയനെതിരായ പരാമർശങ്ങളും ചർച്ചകളും ഉണ്ടായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പ്രാഥമിക വിലയിരുത്തലിന് ശേഷമാണ് ഇന്ന് പിണറായിയുടെ പേരിൽ ഈ പ്രസ്താവന വരുന്നത്. സാധാരണ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഫേസ്ബുക്കിൽ അത് പങ്കുവെക്കപ്പെട്ടിട്ടില്ല. പകരം കുറിപ്പായിട്ടാണ് ഈ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇതേ പ്രസ്താവന അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആദ്യം പ്രസ്താവനയായി മാധ്യമങ്ങൾക്ക് ലഭിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിപ്പോൾ ഫേസ്ബുക്കിലും അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തായാലും 3 ദിവസത്തിനിപ്പുറമാണ് പിണറായി വിജയന്റെ ആദ്യ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പറയുകയും പിന്നീട് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അദ്ദേഹം മടങ്ങുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.